ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഭക്തർ ഒരു എങ്ങനെ ഒരു ഭക്തനാകാം എന്നതിനെ കുറിച്ച് നോക്കാം. സാധാരണ ആൾക്കാരെല്ലാം എന്താണ് പറയുന്നത്? ഭക്തരാണ്, ഭക്തയാണ്, ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട്, അല്ലേ? അപ്പം ആർക്കാണ് അതിനുള്ള ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു നിലയിലേക്ക് നമുക്ക് ഉയരാം? അതേപോലെ ഭക്തന്മാർ പല രീതിയിലുണ്ട്. ഭാര്യയുടെ ഭക്തരാവുന്നവരുണ്ട്, ഭർത്താവിന്റെ ഭക്തരാവുന്നവരുണ്ട്, അല്ലേ? കാമുകിയുടെ കാമുകന്റെ ഒക്കെ ഭക്തരാവുന്നവരുണ്ട്. ഈവൻ ഉപദേവതമാരുടെ പോലും ഭക്തരാവുന്നവരുണ്ട്. പക്ഷേങ്കില് ഭക്തി എന്ന് പറയുന്നത് ആരോടാണ് ഉണ്ടാവേണ്ടത്? പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനോടാവണം. കാരണം എന്താ? അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ശാശ്വതമായ രക്ഷ, എല്ലാത്തിൽ നിന്നുമുള്ള രക്ഷ, എല്ലാ മിസറീസിൽ നിന്നുമുള്ള രക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് ആർക്കാണ്? ആ ഭഗവാന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തനാവണം. വേറെ ആരുടെയും ഭക്തനായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അതിന് നിലനിൽപ്പില്ല, താൽക്കാലികമാണ്. പക്ഷെ ശാശ്വതമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനോട് ആയിരിക്കണം. അതാണ് ഭഗവാൻ തന്നെ 9-ാം അധ്യായം 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മന്മമ ഭവമദ്ഭക്തോ മദ്യാം ജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തം ത്വം യുക്തൈവം ആത്മാന മത്പരായണ. എന്താണ് പറയുന്നത്? എപ്പോഴും എന്നെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുക. പിന്നെയോ മന്മന ഭവമദ്ഭക്ത, എന്റെ ഭക്തനാകുക. മദ്യാജീമാം നമസ്കുരു, എനിക്ക് പ്രണാമമർപ്പിക്കുക, എന്നെ ആരാധിക്കുക. പിന്നെയോ മാം ഏ വൈശ്യസ് യുക്തൈവം ആത്മാന മത്പരായണ. എന്താണ്? എന്നിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് എന്നിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായും നീ എന്റെ അടുക്കൽ വരും. മൻ മന മഭ, മന്മന ഭവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും എന്നെ കുറിച്ചുള്ള ചിന്തയിൽ മനസ്സിനെ ഉൾപ്പെടുത്തുക. എപ്പോഴും ഏത് സമയത്തും നാമം ജപിക്കുമ്പോഴും മാത്രമല്ല, പാചകം ചെയ്യുന്ന സമയത്തും നടക്കുന്ന സമയത്തും എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ ആ സമയങ്ങളിലെല്ലാം എന്ത് വേണം? ആ ഭഗവാനെ ചിന്തയിൽ, ഭഗവാനെ മനസ്സിൽ ഉൾപ്പെടുത്തുക. നമുക്കറിയാം, ഏറ്റവും പാടുള്ള സംഗതിയാണ് എന്ത്? മനസ്സിനെ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. ഒരു മനുഷ്യർക്കും എളുപ്പത്തിൽ സാധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആർക്കും തന്നെ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം എന്താണ്? നമ്മുടെ ഈ ഭൗതികപരമായിട്ടുള്ള, അല്ലെ, ആ ഇന്ദ്രിയങ്ങളിൽ കണ്ണ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സംഭവമാണ്. അപ്പം ആ കണ്ണുകൾക്ക് എന്താണ്? ഈ കാണുന്ന സംഗതിയിൽ തന്നെ തൃപ്തിയാവുന്നില്ല, അല്ലെങ്കിൽ അതിൽ തന്നെ വിശ്വാസമില്ല. അപ്പോഴും പിന്നെ ഈ കാണാത്ത ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ഈ കണ്ണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കേൾക്കുവോ? ഇല്ല. അപ്പം ആ ഒരു കണ്ണ് എന്ന് പറയുന്നത് എന്താവണം? അത് ആ ഭഗവാനിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പക്ഷെ നമ്മുടെ കണ്ണുകൾ എന്ത് പറ്റും? പല പല കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് നമ്മുടെ ചിന്തയും പല രീതിയിലായിട്ട് മാറിപ്പോവും. അതുകൊണ്ടാണ് ഭാഗവതത്തില് എന്താണ് പറയുന്നത്? 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 11-ാം അധ്യായം 11.7.7 പറയുന്നത്, യദ്ദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രാവണാദിഭി നശ്വരം ഗൃഹ്യമാനം ച വിദ്ധിമായ മനോമായം. ഉദ്ധവനോട് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ഉദ്ധവ, നിങ്ങളുടെ മനസ്സ്, വാക്ക്, കണ്ണുകള്, ചെവികൾ, മറ്റ് ഇന്ദ്രിയങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചം എങ്ങനെയുള്ളതാണ്? വിദ്ധിമായ മനോമായം, മായയുടെ സ്വാധീനത്താല്
യഥാർത്ഥമായെന്ന് ഒരാൾ സങ്കല്പിക്കുന്ന ഒരു മിഥ്യാസൃഷ്ടിയാണ്. അപ്പം മായയുടെ സ്വാധീനം കാരണമാണ് എന്ത്? ഈ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന എല്ലാ സംഗതികളും നമുക്ക് ഉള്ളതായിട്ട് തോന്നുന്നത്. വാസ്തവത്തില് ഈ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ എല്ലാ വസ്തുക്കളും താൽക്കാലികമാണ് എന്ന് നിങ്ങൾ അറിയണം. എല്ലാം ഈ എന്താണ് ഈ ഭൗതിക ഇന്ദ്രിയങ്ങളിലൂടെ കണ്ട് ആസ്വദിക്കുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? താൽക്കാലികമാണെന്നറിയണം. അതുകൊണ്ട് ഉദ്ധരവർ പറഞ്ഞത് മനസ്സ്, വാക്ക്, കണ്ണുകള്, ചെവികള്, മറ്റിന്ദ്രിയങ്ങള് എന്നിവയിലൂടെ നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് എല്ലാം എന്താണ്? ഈ ഭൗതിക പ്രപഞ്ചം അല്ലെങ്കിൽ ഈ മായയുടെ സ്വാധീനത്താല് നമുക്ക് യഥാർത്ഥമായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥമാണ് എന്ന് ഒരാൾക്ക് തോന്നല് മാത്രമാണ്. അതൊരു മിഥ്യാസൃഷ്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ, അതായത് നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ഇതിന്റെ കൂടി എല്ലാം നമ്മൾ ആസ്വദിക്കുന്ന സംഗതികളെല്ലാം എന്താണ്? അത് താൽക്കാലികമാണ് എന്ന് അറിയണമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിക്ക് വീട്, കുട്ടികള്, അല്ലെ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പക്ഷെ ഇതെല്ലാം എന്താണ്? താൽക്കാലികം മാത്രമാണ്. നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, അല്ലെ? നമ്മള് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചല്ല വന്നത്. തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? ഒരുമിച്ചാണോ? അല്ല, അല്ലെ? പല വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഒരാളിപ്പം കല്യാണം കഴിഞ്ഞില്ല എങ്കിൽ ഭയങ്കര ആലോചനയാണ്. കല്യാണം കഴിയുന്നില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കൊരു കൂട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ആ കൂട്ട് കിട്ടിയാലും എന്താണ്? അതും ശാശ്വതമല്ല ആ കൂട്ട്, അല്ലേ? ആ കൂട്ട് എപ്പോഴും വേണമെങ്കിലും ആ കൂട്ട് വേർവിട്ട് പോകാം. കാരണം അതും ശാശ്വതമല്ല. ഇവൻ അച്ഛനമ്മയായാലും പോലും, മക്കള് തന്നെ ആയി കഴിഞ്ഞാലും ശരി തന്നെ, എന്താണ്? നമ്മൾ ആരും തന്നെ ഒരുമിച്ചല്ല വരുന്നത്. പോകുന്നതും എങ്ങനെയാണ്? ഒരുമിച്ച് അല്ല നമ്മൾ പോകുന്നത്. അപ്പം ഈ കാണുന്ന ഭാര്യ, വീട്, കുട്ടികള്, ആ നിരവധി കാര്യങ്ങൾ ഈ ഭൗതിക ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും ആസ്വദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഇതെല്ലാം താൽക്കാലികമാണ്. അപ്പം ഈ മനസ്സിനെ എന്താണ്? ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ എങ്ങോട്ട്? ആ ഭഗവാനിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ആ ഭഗവാൻ ആസ്വദിക്കുന്നത്. ഈ മനസ്സ് ആ ഭൗതികമാണ്, അല്ലെ? ഈ മെറ്റീരിയൽ വേൾഡിൽ പെട്ടതാണ് ഭൗതികം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രിയങ്ങള് ആ ഭൗതിക കാര്യങ്ങളോട് മാത്രമേ ആകർഷണം തോന്നൂ. അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങള് ഈ ഭൗതിക കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. വേറെ ഒന്നും തന്നെ അവര് ശ്രദ്ധിക്കുകയില്ല. ഇപ്പൊ ഒരു സ്വർണ്ണ വ്യാപാരി, ഒരു സ്വർണ്ണക്കടക്കാരൻ എന്താണ്? അദ്ദേഹം ആ സ്വർണത്തിനോടാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം അതിനകത്ത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേ അദ്ദേഹം കാണും. അതേപോലെ ഒരു തുണിക്കച്ചവടക്കാരൻ, അദ്ദേഹം എന്താണ് പറയുന്നത്? തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, വരൂ, നിങ്ങൾക്ക് തുണി കാണിച്ചു തരാം, അല്ലെ? പാന്റ് കാണിച്ചു കഴിഞ്ഞാൽ ഷർട്ട് കാണിച്ചു തരാം, തുണിത്തരങ്ങൾ കാണിച്ചു തരാം എന്ന് മാത്രമേ പറയൂ. പക്ഷെ അവർക്ക് ഭഗവാനെ കാണിച്ചു തരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് ഓരോ മനത്തിനനുസരിച്ച് എന്താണ്? ആ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെടുത്ത് അവതരിപ്പിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ നിലനിൽക്കുന്നത് ഈ ഭൗതികതയിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ ഭൗതികതയിലുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണ്? ഈ മനസ്സും മറ്റ് ഇന്ദ്രിയങ്ങളും എല്ലാം നമ്മളെ ഈ കാണിച്ചു തരുന്ന ഈ ഭൗതിക കാര്യങ്ങൾ എന്താണ്? വളരെ താൽക്കാലികവുമാണ്, പിന്നെയോ വിനാശകരവുമാണ്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റുന്ന കാര്യവുമാണ്. നമ്മൾ ദിവസവും നേടണം എന്ന് ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ. ഭഗവാൻ അല്ലാത്ത എന്താണ്? ഏറ്റവും വിനാശകരവുമാണ്, താൽക്കാലികവുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? ജനനം, മരണം, വാർദ്ധക്യം, രോഗം, അതിനെ ഒന്നും നമുക്ക് എന്താണ്?
ഈ ഈ ഒരു ഭൗതിക സാഹചര്യത്തിലും എന്താണ് ഒരിക്കലും എളുപ്പത്തിലും ഈ സംഗതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇത്രയധികം ശാസ്ത്രങ്ങൾ പുരോഗമിച്ചുവെങ്കിൽ പോലും ഈ 4 കാര്യങ്ങള് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അറിയേണ്ടത്? ഇത് നമുക്കറിയാം ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന്, അല്ലെ? ജനിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അല്ല, ഭൗതിക ലോകത്തിൽ ജനിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഈ സംഗതികൾ എന്താണ് ഒരിക്കലും പരിഹാരമില്ലാത്ത ഈ 4 സംഗതികൾ എന്തൊക്കെയാണ്? ജനനം, മരണം, വാർദ്ധക്യം, രോഗം. ഈ സംഗതികൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, അല്ലേ? ഇതൊരിക്കലും ഈ ഭൂമിയിൽ ജനിക്കുന്നത് കൊണ്ടാണ്, ഭൗതിക ലോകത്തില് ജനിക്കുന്നത് കൊണ്ടാണ് ഈ സംഗതികൾ ഉള്ളത്. ഇതിനി എത്ര ശാസ്ത്രങ്ങൾ വളർന്നാലും ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഭാഗ്യവശാൽ നമ്മുടെ വേദ സംസ്കാരത്തിൽ എന്താണ് ഇതിനെയൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മനസ്സിലാക്കി തരുന്ന യഥാർത്ഥ ഉറവിടം എന്ത് നമ്മളിലുണ്ട്, നമുക്കുണ്ട്, നമുക്കറിയാം, അല്ലെ? എല്ലാ വേദങ്ങളുടെ സാരാംശം എന്താണ് ഭഗവത്ഗീതയിൽ നൽകിയിരിക്കുന്നത്? ഈ വേദങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഒരുപാട്, പക്ഷെ അതിന്റെ സാരാംശം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ്? വേദേശ്യ സർവേർ അഹമേവ്യ വേദോ വേദാന്തകൃത് വേദവിദേഹശാഹം, അല്ലെ? വേദേശ്യ സർവേർ അഹമൈവ വേദോ. എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരാണ്? കൃഷ്ണനെയാണ് അറിയേണ്ടത്. അതാണ് വേദം കൊണ്ടുള്ള ഉദ്ദേശം, അല്ലെ? അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തിന് തന്നെ ഒരു നിഗമനമുണ്ട്. എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടത്? വേദേശ സർവേ അഹമേവ വേദോ, പിന്നെ വേദാന്ത കൃത് വേദവിദേഹ ചാഹം. ആ വേദങ്ങൾ അറിയുന്നവനും വേദങ്ങളിലൂടെ അറിയേണ്ടവനും ആരെയാണ്? എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒന്നും എന്താണ് ഒരു ബദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതല്ല. ബദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ളവര്. അവരാ എഴുതി കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് തെറ്റുപറ്റും. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭൗതികതയിലാണ്, ഭൗതികതയിൽ ആകർഷിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റും, ഏ ആത്മീയതയെക്കുറിച്ചോ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചോ നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഭഗവാനാണ് അത് എഴുതിയത്. ഭഗവാനെ കുറിച്ചാണ് അതിൽ അറിയേണ്ടത്, അല്ലേ? ഭഗവാൻ അത് അറിയുന്നവനാണ് ആര്? അതും ഭഗവാനാണ്. അപ്പം ഭഗവാൻ എഴുതിയത് കൊണ്ട് അതിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയാല് വലയുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് യാഥാർത്ഥമായിട്ടുള്ള ശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. നമുക്ക് എന്താണ് സംഗതി? നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ബദ്ധനായിട്ടുള്ള ആത്മാവിന് ആ ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ കഴിയും. നമ്മുടെ പ്രാരാബ്ദങ്ങള്, അല്ലെ? നമ്മുടെ കുറവുകള്, കുറ്റങ്ങള്, മറ്റുള്ളവരുടെ കുറവുകള്, കുറ്റങ്ങള്, താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താണ്? ആ സൃഷ്ടിക്ക് മുമ്പും എന്തായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പം ആ സൃഷ്ടിയോടൊപ്പവും ആരുണ്ട്? ഭഗവാനുണ്ട്. ഈ പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാലും ആരുണ്ട്? അതിനുശേഷവും ഭഗവാൻ നിലനിൽക്കും. അഹം ഏവാസം ഏവാഗ്രോ ജ്ഞാന്യത് യത് സത് അസത് പരം പശ്ചാത് അഹം യത് ഏതച്ച യോ വാസിഷ്യേതസോസ്മൈ അവഹം, അല്ലെ? എന്താണ്? സൃഷ്ടിക്ക് മുമ്പ് ഞാനല്ലാതെ മറ്റൊന്നുമില്ലാതിരുന്നപ്പോഴും ഉണ്ടായിരുന്നത് ഞാൻ തന്നെ എന്ന് ഭാഗവതത്തിൽ പറയുന്നു, അല്ലെ? അപ്പം ഭഗവാൻ ഒരു വ്യക്തിയാണ്. അഹം ഏവാസം ഏകാഗ്രോ. സൃഷ്ടിക്ക് മുമ്പ്, എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പും ഞാൻ അല്ലാതെ ഒന്നുമില്ലാതിരുന്നപ്പോഴും ഉണ്ടായിരുന്നത് ആരാണ്? ഞാൻ ഉണ്ടായിരുന്നു, അല്ലെ? ആ ഭഗവാന്റെ വ്യക്തിത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഭഗവാനാൽ നിർമ്മിതമായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതി,
അല്ലേ? അതും എന്തായിരുന്നു? ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്നത് എന്താണ്? ഭഗവാന്റെ ശക്തിയായിട്ടുള്ള ഭൗതിക പ്രകൃതി തന്നെയാണ്. ഈ സംഹാരത്തിന് ശേഷവും അവശേഷിക്കുന്നതും ആരാണ്? ആ ഭഗവാൻ തന്നെയായിരിക്കും. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ്. എന്നിട്ട് ഇത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിടുന്നത്. മനസ്സിലായോ? ഈ ഒരു അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആര് നമ്മളെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. എന്ത്? സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഞാനാണ്, അല്ലേ? ഞാനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഭൗതിക പ്രകൃതിയും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം എന്താണ്? ഭഗവാന്റെ തന്നെ ശക്തിയാണ് ഈ ഭൗതിക സൃഷ്ടി, ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഈ സംഹാരത്തിന് ശേഷം അവശേഷിക്കുന്നതും ആരാണ്? ആ ഭഗവാന്റെ വ്യക്തിത്വമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ്. അപ്പം എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഭഗവാനാണ്. ഉപദേവതമാരായാലും അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്? ഭഗവാൻ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അവരോട് പോയിട്ടാണ് ഓരോന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഭക്തയാവണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ അറിയണം. അവിടുന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടൂ. കാരണം എല്ലാത്തിന്റെയും സൃഷ്ടി നടത്തിയിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആരാണ്? വേറെ ആരുമില്ല. അവിടെ ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണമായിട്ടുള്ള ആരാണ്? സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ഈശ്വര ആരാണ്? പരമകൃഷ്ണ എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാൻ പറയുന്നത് പോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മനസ്സിനെ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം? നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഏ ഭഗവാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന വഴി നമ്മൾ പിന്തുടരണം. അല്ലെങ്കിൽ എന്ത്? ഇപ്പോഴീ കഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം, ഈ ജന്മത്തിലല്ല ഇനിയുള്ള ജന്മങ്ങളിലും മൊത്തവും, അല്ലേ? അപ്പം അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹം പറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ജന്മം കൊണ്ട് സംഗതി കഴിയും, നമുക്ക് തിരിച്ചു പോകാം, പിന്നെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല. അപ്പം ഈ ലോകം മുഴുവൻ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്, പരാജയം നിറഞ്ഞതാണ്. പലരും ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നും. ഗൾഫിൽ പോയാൽ എന്താണ്? ആ നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടില് പാടാണ് ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ തോന്നും യൂറോപ്പിൽ പോകണമെന്ന്. അവിടെ പോയാൽ സുഖം കിട്ടുമോ? ഇല്ല. പിന്നെ തോന്നും അമേരിക്കയിൽ പോകണമെന്ന്. അപ്പൊ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഭൗതിക ലോകത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. എവിടെയും നമുക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പം ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു നേട്ടവുമില്ല, ഒരു കോട്ടവുമില്ല, അല്ലേ? മീൻസ് ഒന്നെങ്കിൽ ഓടുക, അല്ലെങ്കിൽ തോൽക്കുക. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? പലരും പല ബിസിനസ്സുകൾ തുടങ്ങുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ് നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലും അധ്വാനിക്കുന്നവരുണ്ട്. സ്പോർട്സിലായാലും അല്ലെങ്കിൽ ഏത് രീതിയിലായാലും ഒരുപാട്. എന്തുകൊണ്ടാണ്? ആ ഭൗതികമായിട്ടുള്ള ആസ്വാദനത്തിനും ആ ഭൗതികമായിട്ടുള്ള പണം നേടുവാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്ന കാര്യം എന്താണ്? അവർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും, അല്ലെ? ആശങ്കാകുലരായിരിക്കും അവര്, അല്ലെ? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്തോറും കൂടുതൽ ആശങ്കാകുലരാവും. ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. അവരുടെ കൈവശം ഒരുപാട് സമയമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് സമയം അവർക്ക് ലഭിക്കുന്നുണ്ട്. കാശുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഉത്കണ്ഠയാണ്. ആ ബിസിനസ് പൊളിയുമോ? ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം? ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കണം? ഇതിനെക്കുറിച്ചുള്ള ചിന്ത കാരണം അവർക്ക് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇല്ല അവിടെ. ഭഗവാനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ല.
അപ്പൊ ഈ നേട്ടം ഏത് വ്യക്തിക്കാണ്? നേട്ടം ഏത് വ്യക്തിക്കാ? ഈ നേട്ടം പൈസ ഇല്ലാത്ത വ്യക്തിക്കാണ്. കാരണം സന്തോഷ സമാധാനപരമായിട്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ജീവിക്കാം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്ന ആ ശരീരം എന്തു ചെയ്യുന്നു അവര്? ആ താൽക്കാലികമായിട്ടുള്ള ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാഴാക്കുന്നു. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ഈ ലോകത്ത്, ഭൗതിക ലോകത്തിൽ എന്താണ് ജയിക്കുക എന്ന് പറയുന്നതാണ് എന്ത് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ്. ബിസിനസ്സിൽ വിജയിക്കുക, അല്ലെങ്കിൽ ഓട്ടമത്സരത്തിൽ വിജയിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സത്യത്തിൽ എന്താണ്? അതൊരു പരാജയം തന്നെയാണത്. അവരുടെ ജീവിതം മൊത്തം അതിനു വേണ്ടിയിട്ടാണ് അവർ ഒഴിഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ആധ്യാത്മിക ലോകത്തിന്റെ നേരെ വിപരീതമാണ് എന്ത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പം പൈസ ഉള്ളവർക്ക് അതിന്റെ വ്യാകുലതയാണ്. അതുകൊണ്ടാണ് എന്ത് ഒന്നും കൈവശം വെക്കാത്ത ഒരു മനുഷ്യൻ എന്ത് സമയം പാഴാക്കുന്നില്ല. അപ്പൊ ഇവിടെ ആ വിജയം എന്ന് പറയുന്ന സംഗതി ഒരു നഷ്ടത്തെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയമെങ്കിലും നീക്കി വെക്കാം. അതിനു വേണ്ടിയിട്ട് സമയം നീക്കിവെക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ മനുഷ്യജീവിതം ഉപയോഗശൂന്യമാണ്. ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. എന്തുകൊണ്ടാ? ഒരു ഉപയോഗമല്ല. കാരണം ഈ മനുഷ്യ ജന്മം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം ഉപയോഗശൂന്യം തന്നെയാണ്. അല്ലേ? മനുഷ്യനല്ലാതെ ആരും ഒരു കാര്യങ്ങളും ശേഖരിക്കുന്നില്ല. ഉണ്ടോ? പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ധാന്യങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവര് സഞ്ചിയും കൊണ്ട് നടക്കുന്നില്ല നാളത്തേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവരെന്ത് ചെയ്യുന്നു? അവര് കഴിക്കുന്നു, അവര് അവരുടെ പാട് നോക്കി പോകുന്നു. അവര് നാളെ ഓർത്ത് വിഷമിക്കുന്നില്ല. അവര് കഴിക്കുന്നു, അവര് പോകുന്നു. മനുഷ്യനെ അല്ലാതെ വേറെ ആർക്കും സംഭരിക്കാനുള്ള ശേഷിയില്ല. അപ്പൊ നമ്മൾ എന്താണ് സംഭരിക്കേണ്ടത്? യഥാർത്ഥമായിട്ടുള്ള അറിവാണ് സംഭരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് അത്യാഗ്രഹികള്, പണത്തിന്റെ പുറകെ ഓടി സമയം കളയുന്നു. നമ്മൾ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളതും എടുക്കും, പിന്നെയോ ആവശ്യമില്ലാതെ പിന്നത്തേക്ക് വേണ്ടിയിട്ടും നമ്മൾ ശേഖരിക്കാൻ ശ്രമിക്കും. നാളെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം ഈ പ്രവണത എന്ത് നമ്മളെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നു. കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും മൂലകാരണമെന്നും എല്ലാത്തിൻ്റെയും കാരണമാണ് എന്നും പരമോന്നത കാരണമാണ് എന്നും മനസ്സിലാക്കുന്ന എന്ത് ഒരു വ്യക്തിക്ക് വിജയമുണ്ടാകൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. നമ്മളിതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതൽ ദുരിതം അനുഭവിക്കാൻ കാരണം. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ മനസ്സിനെ കൃഷ്ണനിലേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വിട്ടിട്ടില്ല. അദ്ദേഹം എന്താണ് പറയുന്നത്? മന്മന ഭവ മദ്ഭക്തോ, മന്മന ഭവ, ദയവായി എന്നിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ഭവ മദ്ഭക്തു, എന്റെ ഭക്തനാവുക. വേറെ ആരുടെയും ഭക്തനാവാനല്ല പറയുന്നത്. നമുക്കൊരു ഭക്തനാണ്, ഭക്തയാണ് എന്നൊക്കെ നമുക്ക് നടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭക്തരല്ല, അല്ലേ? ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശം പോലും നമുക്ക് തിരിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി പറയുന്നത്? ഭഗവാനെ, എനിക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടൊരു വിസ നൽകണം, അല്ലെ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ടൊരു വിസ നൽകണം, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യം നൽകണം. ഇതൊക്കെയാണ് നമ്മൾ ഭഗവാനോട് പറയുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല.
അവൻ എന്താണ് ചെയ്യുന്നത്? ആ ഭഗവാന്റെ തൃപ്തിക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഭഗവാൻ എന്താണോ ആഗ്രഹം, ഭഗവാൻ എന്താണോ പറയുന്നത്, എത്ര ദുരിതവും സങ്കടമായാലും അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭക്തൻ പ്രവർത്തിക്കുന്നത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പറയുന്നില്ല. അങ്ങനെയാണ് ഒരു യഥാർത്ഥ ഭക്തൻ ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഭഗവാൻ അല്ലെ, കൃഷ്ണൻ തൃപ്തിപ്പെടുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യാൻ. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭഗവാനെ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന്. എങ്ങനെയാണ്? ദയായായ സർവഭൂതേഷു ശാന്തുസ്ത്യായേന കേനവാ സർവേന്ദ്രിയോപസാന്തിച്ച തുഷ്യത്യ അസു ആസു ജനാർദ്ദന. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നതിലൂടെയും ഏതെങ്കിലും വിധത്തിൽ സംതൃപ്തരാകുന്നതിലൂടെയും ഇന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നതിലൂടെയും പരമവ്യക്തിത്വമുള്ള ജനാർദ്ദനനെ വളരെ വേഗത്തിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. എങ്ങനെ വേണം? എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നതിലൂടെയും. എല്ലാവരോടും കരുണയുള്ളവനായിരിക്കണം. ഒരിക്കൽ വഴക്കിട്ട് അടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവരോട് വിദ്വേഷവും വിരോധവും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ മാറ്റണം. അല്ലാതെ അത് ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ടുപോകരുത്. ഇപ്പം എല്ലാ ജീവജാലങ്ങളും പക്ഷിയോടായാലും മൃഗങ്ങളോടും നമ്മളെല്ലാവരും കരുണയുള്ളവരാണ്. കാരണം എന്താണ്? മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ ഒന്നിനെയും കൊല്ലുന്നില്ല, അല്ലെങ്കിൽ കൊന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല, അല്ലേ? അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പം എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നതിലൂടെയും അതാണ് ദയായായ സർവഭൂതേഷു ശാന്തുസ്ത്യ ഏന കേനവാ. എന്താണ്? ഏതെങ്കിലും വിധത്തില് സംതൃപ്തരാകുന്നതിലൂടെയും. എന്തായാലും സംതൃപ്തരായിരിക്കും, എന്ത് കിട്ടിയാലും സംതൃപ്തരായിരിക്കും. പിന്നെയോ സർവേന്ദ്രിയോ പാസാന്ത്യച. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നതിലൂടെയും തുഷ്യത്യ ആസുജനാർത്ഥന. ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ജനാർദ്ദനനെ വേഗത്തിൽ നമുക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചാല് ഭഗവാൻ സംതൃപ്തനാവും. അല്ലേ? ഇങ്ങനെയാണ് കരുണാമയമായിട്ടുള്ള മനോഭാവമായിരിക്കണം, സംതൃപ്തി ഉണ്ടായിരിക്കണം, പിന്നെയോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഈ 3 കാര്യങ്ങള് ഈ 3 കാര്യങ്ങള് എപ്പോഴും ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. അപ്പം ഇങ്ങനെയാണൊരു ഭക്തനാവേണ്ടത്. ഇതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ്? ഭഗവാന് സമർപ്പിതനായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു മിഥ്യാധാരണ എന്താണ്? ഭഗവാൻ നമ്മളില് സമർപ്പിതമായിരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മള് ഇപ്പം നമുക്ക് അറിയാം, ഒരുപാട് ആൾക്കാര് ഭഗവാനെ കാണുന്നെന്ന് പറയുന്നത് കേൾക്കാം, ഭഗവാന്റെ ലീലകൾ സ്വപ്നത്തിൽ വരുന്നെന്ന് പറയുന്നത് കേൾക്കാം, ഭഗവാൻ അത് നൽകുന്നത് ഇത് നൽകുന്നത് ഒക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ എന്താണ്? അതിനൊക്കെ അപ്പുറമാണ് എന്ത്? ഭക്തി. അവരെയൊക്കെ സംബന്ധിച്ചിടോ അവരുടെയൊക്കെ എന്താണ്? അവരാ ഒരു മായയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികളാണ്. അതൊക്കെ താൽക്കാലികമാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ആസ്വാദനം അതാണ്. അതെല്ലാം ഭൗതികമാണ്. എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. നമുക്കതിനുള്ള യോഗ്യതയില്ല. നമ്മോടൊപ്പം ഭഗവാൻ ലീലയാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള യോഗ്യത നമുക്കില്ല, ഭൗതിക ലോകത്തിലെ വ്യക്തികൾക്ക്. ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തികളും പൂന്താനത്തെയോ പ്രഭുപാദരെയോ അല്ലെങ്കിൽ എന്താ പറയാ ആ വൈഷ്ണവ ആ, ഭക്തരെ പോലെ ഉള്ള ആരും തന്നെ ഇല്ല.
അപ്പം ഇതൊക്കെ മനസ്സിന്റെ ചിന്തയിലും മായയിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതോടുകൂടി അവര് അത് പതിക്കും. ഇതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്ലാസ്സുകൾ കേട്ടും വായിച്ചുമുള്ള അറിവിലൂടെ വേണം മുന്നേറാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ദർശനം തരും. എപ്പോൾ? മരിക്കുന്ന വേളയിൽ ദർശനം തരും. മരണവേളയിൽ. അതിന് മുമ്പ് നമുക്കൊരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ താഴേക്കും പോവാം, ചിലപ്പോൾ മുകളിലേക്കും പോവാം. രണ്ട് ചാൻസും ഉണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്നത് ആ ഭഗവാൻ നമ്മളിൽ സമർപ്പിതമാണോ ആകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ പലരും ഭക്തരാണെന്ന് അവകാശപ്പെടുന്നു. അപ്പം യഥാർത്ഥമായിട്ടുള്ള ഒരു അറിവിലേക്ക് വരുമ്പോഴെന്ത്, ഈ ഭൗതിക ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എല്ലാം മാറുന്നു. ഇപ്പൊ നമുക്കെല്ലാം ആ ഒരു മനോഭാവം മാറിയിട്ടുണ്ടാവാം. ഭൗതിക ലോകത്ത് എന്ത്, ഈ പരമമായിട്ടുള്ള പരമസത്യത്തോട്, അല്ലെങ്കിൽ ഈ പരമസത്യം സാക്ഷാത്കരിക്കുന്നതിന്, ഗോലോക വൃന്ദാവനം ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിന് ആത്മാവും ശരീരവും, അല്ലെ, ആ ഒന്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാവണം നമ്മുടെ ശ്രമവും. അപ്പൊ നമ്മുടെ എഫർട്ടുകൾ, നമ്മുടെ അധ്വാനവും പൈസയും കാര്യങ്ങളും എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്? അത് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. 100 കിട്ടിയാ 40 ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോഴെന്താവും? ആ പൈസയും തീർത്ഥീകരിക്കും, അല്ലെ? ഇല്ല എങ്കിൽ ആ പൈസയും അതീർത്തികരം. കാരണം എന്താണ്? പെടാത്ത പൈസയാണത്. അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്ത് കാര്യങ്ങളും ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ എന്തുണ്ടാവൂ? ഫലമുണ്ടാകും. ആ 100ൽ നിന്ന് 40 ഭഗവാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും അതിന്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാവും. പിന്നെയോ, അത് നമ്മുടെ ചിന്തയിലും ഭഗവാന്റെ ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാവും. നമ്മുടെ ആവശ്യകതകൾ ദിവസവും എന്ത്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളാണ്. പക്ഷെ ഈ ആവശ്യങ്ങളെല്ലാം എന്ത്, കൃത്രിമമായിട്ടുള്ള ആവശ്യങ്ങളാണ്, അല്ലേ? അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളാണ് പലതും. അതെല്ലാം എന്ത്, നമ്മുടെ ഈ ലോകത്തില്, ഈ ഭൗതിക ലോകത്തില് ദുരിതത്തിലാക്കും. ഏ രണ്ട് രീതിയിൽ അത് നമ്മളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ത്, നമ്മുടെ ഈ ആവശ്യതകള്. ആ ശരീരത്തെ നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള ആവശ്യകതകള് കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. അതിലൂടെ എന്ത്, നമ്മുടെ ആത്മീയ ജീവിതവും നശിപ്പിക്കപ്പെടും. കാരണം ആൾക്കാരൊക്കെ ശരിക്കും കഷ്ടപ്പെടുകയാണ്. പകല് ജോലി ചെയ്യുന്നു, രാത്രി ജോലി ചെയ്യുന്നു, 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നാമം ജപിക്കാൻ സമയം കിട്ടുന്നില്ല, ഭഗവാനെ ഓർക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് അത് വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പൈസയും വേണം. പക്ഷെ കുറച്ച് സമയമെങ്കിലും എന്ത്, ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. ഇപ്പൊ ഈ രാത്രി കാലങ്ങളിലുള്ള ജോലി, പലരും ഉറങ്ങാതെ പോലും ജോലി എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും എന്ത്, അതിന് മുമ്പ് ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങള് പിന്തുടരുന്നവര് എന്താണ്, ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. ഇല്ലെങ്കില് അവര് ഈ ഭൗതിക ലോകത്തെ ദുഃഖങ്ങള് അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ കൃഷ്ണന്റെ സംതൃപ്തിക്കായിട്ട് നാം പിന്തുടരുന്ന പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിഷമതകളും ഉണ്ടാവുകയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. പിന്നെയോ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സംസാരവും നിയന്ത്രിക്കപ്പെടും. ഒരിക്കലും മോശമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരികയില്ല. അപ്പൊ ഈ മോശം കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ വാ തുറക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ മോശം കാര്യങ്ങള്
ചിന്തിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മോശം വാക്കുകൾ നമ്മളിൽ നിന്ന് വരാത്തത്. അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ലോകം ഇങ്ങനെ നടക്കണമെന്നോ ഇങ്ങനെ ചലിക്കണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇന്ന് മഴ പെയ്യരുത്, നാളെ പെയ്യണം, അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ഇത്ര സമയത്ത് പെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? അതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത്, നമ്മളും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ആ സംസാരം എന്തായിരിക്കണം? കൃഷ്ണാവബോധത്തെ കുറിച്ചുള്ളതായിരിക്കണം. നമ്മുടെ നാവ് കൃഷ്ണന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം തുറക്കേണ്ടത്. അപ്പം ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗമാണ് എന്ത്? കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക നാവിലൂടെ. മറ്റെന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയല്ല, നമ്മുടെ കുട്ടികളെ ആയാലും പോലും, അല്ലെ, വരും തലമുറയായാലും പോലും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, അല്ലേ? എന്ത്? ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? ആ ഭഗവാനെ ഭഗവാൻ തന്നെ പറയുന്നുള്ളത്, ഭഗവാനെ കണ്ടു കഴിഞ്ഞാല് നമസ്കരിക്കുക. പലരും ഭഗവാനെ കണ്ടാൽ നോക്കാറ് കൂടിയില്ല. അപ്പം ഭഗവാന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും എന്ത് വേണം? എഴുന്നേറ്റ് നിൽക്കണം, അല്ലേ? ആ നമസ്കാരം ചെയ്യണം. അപ്പം ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ആ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ മന്മന ഭവ മദ്ഭക്തോ മദ്യാജീമ നമസ്കുരു, ഈ കാര്യങ്ങള് കുട്ടികളെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഭാവി തലമുറയെങ്കിലും സുരക്ഷിതമായിരിക്കും. ആദ്യ സമയങ്ങളിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല, പക്ഷെ എങ്കിൽ പോലും ക്രമേണ ക്രമേണ അവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ ഈ ലൗകിക കാര്യങ്ങളിൽ നമ്മളൊരു നിയന്ത്രണം വെക്കണം, പരിധി വെക്കണം, നമുക്കായാലും കുട്ടികൾക്കായാലും പോലും. നമ്മളൊരു എന്താ പറയാ, ധീരൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഭക്തനാണ്, ഭക്തയാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ എന്ത് വേണം? ഈ ഇതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ട്. അല്ലാതെ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടും, അല്ലെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആ ജീവിതം മൊത്തം പണസമ്പാദനത്തിനും പണത്തെക്കുറിച്ച് ചിന്തിച്ച് നടന്ന് വസ്തുവകകൾ മേടിച്ചു കൂട്ടാനും, അല്ലെ, വസ്തു സംരക്ഷിക്കാനും വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തം അതിനാണ് പോകുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വഴക്കുകളും കോടതികളും കേസുകളും നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വസ്തുവകകൾക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും നമ്മളെങ്ങും കൊണ്ടുപോകാൻ പോകുന്നില്ല. നാളെ കാലത്ത് വേറെ ആരെങ്കിലും ആവും. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് കൊടുത്താലോ, അല്ലെ മക്കൾ സ്വത്തടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവിടെ അത് നിലനിൽക്കില്ല. അപ്പൊ ഇതൊക്കെ ഉള്ള കാലത്ത് ഉള്ള സമയത്ത് എന്ത് വേണ്ട? അത് ഭഗവാന് വേണ്ടിയിട്ട് ചെലവാക്കുക. നമ്മൾ എത്ര നിയന്ത്രിച്ച് വെച്ച് കഴിഞ്ഞാലും, എന്തൊക്കെ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാലും ഒരു ദിവസം നമ്മൾ മരിക്കും, അല്ലേ? അപ്പം ആ പൈസ സമ്പാദിച്ചത് കൊണ്ടോ, ഈ വഴക്കിട്ടത് കൊണ്ടോ, ഈ കോടതി കയറി ഇറങ്ങിയത് കൊണ്ടോ വല്ല ഫലവുമുണ്ടോ? ഒരു ഫലവുമില്ല. ആ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത്, നമ്മളെ പോലുള്ള വ്യക്തികൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിലനിൽപ്പില്ലാത്തതുമാണ്, അതിൽ തെറ്റുകളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ആ ഭഗവാൻ വേദൈശ്യ സർവേർ അഹമേ വിവേദിയോ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, വേദങ്ങളെ അറിയേണ്ടവനെ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനെ അറിയുക. അദ്ദേഹത്തെക്കുറിച്ച് അറിവ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏ. അപ്പം നമ്മൾ എന്താണ് കയറേണ്ടത്? 4 കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കണം. ഏതൊക്കെയാണ്? മന്മന, നമ്മുടെ മനസ്സിനെ എപ്പോഴും ആ ഭഗവാന്റെ ചിന്തയിൽ നിലനിർത്തുക. ഭവമദ്ഭക്തോ, ആ എല്ലാം പറയുന്നത് എൻ്റെ എന്നാണ് ഭഗവാൻ പറഞ്ഞില്ലേ? മന്മന, അല്ലേ? നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും എൻ്റെ ചിന്തയിൽ ഉൾപ്പെടുത്തുക.
ഭവമദ്ഭക്തോ എന്റെ ഭക്തനാവുക. മദ്യാജീമാം എന്നെ ആരാധിക്കുക. മദ്യാജീമാം നമസ്കുരു എനിക്ക് പ്രണാമം അർപ്പിക്കുക. ഈ കാര്യങ്ങൾ ചെയ്താൽ എന്താണ്? മാമേ വൈശ്യസി, നിങ്ങൾ എന്റെ അടുക്കൽ വരും എന്ന് ഉറപ്പ് നൽകുന്നു. യുക്തവൈവം, നല്ലത് അത്രയും സന്തുലിതമാകുക. അതാണ് സന്തുലിതമാകുക. മനസ്സിനെ എന്ത് വേണം? സന്തുലിതമാക്കുക. നമ്മൾ ആരാധിക്കുന്ന സമയത്ത് എന്ത്? നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളെല്ലാം ആ ഭഗവാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത്? തീർച്ചയായിട്ടും എന്താണ്? മാമേ വൈശ്യസി, ഉറപ്പായിട്ട് നമ്മൾ എന്ത്? ആ ഭഗവാന്റെ അടുക്കൽ പോകും. അപ്പം ആത്മാനം എന്നാല് നമ്മുടെ ആത്മാവ്, അല്ലേ? മത്പരായണ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സമർപ്പിതൻ. ആർക്ക്? ഭഗവാന് സമർപ്പിതൻ. ആത്മാവ് ഭഗവാന് സമർപ്പിതൻ എന്നർത്ഥമാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? ആ ആത്മാവ് ഭഗവാനിൽ സമർപ്പിതമായിരിക്കണം. ആ ആത്മാവിനെ ഭഗവാനിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലേ? കാരണം എന്തുകൊണ്ടാ? ആ ആത്മാവ് ഭഗവാന്റെ ഭാഗം തന്നെയാണ്. ഓൾറെഡി ഭഗവാൻ സമർപ്പിതനാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിച്ച് കുറച്ചൊരു എഫർട്ട് ഇട്ടാൽ മതി, അപ്പൊ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തന്നെ പോകും. എന്തുകൊണ്ടാണ്? ആത്മാവെന്ന് പറയുന്നത് ചെറുതാണ്, മറ്റേതെന്ന് പറയുന്നത് വലിയ കണികയാണ്. അപ്പം ആ ചെറിയ ആള് ഉറപ്പായിട്ടും വലിയ ആൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കണം. വേറെ എന്താ പറയുന്നത്? ഭക്തനാവാൻ വേണ്ടിയിട്ടോ ഭക്തയാവാൻ വേണ്ടിയിട്ടോ വലിയ കാര്യങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലേ? ആ നാല് കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ദിവസത്തിൽ 24 മണിക്കൂറിൽ കുറച്ച് സമയമെങ്കിലും തുടക്കത്തിൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പം ഇതാണ് ശാസ്ത്രം, ഇതാണ് സത്യം. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അത് സഹിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം അവസാനിക്കും. അതിന് ശേഷമുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരണത്തിന് ശേഷം ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്തുകൊണ്ടാ? ഇപ്പൊ പലരും, ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്നവര് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പറയും, ഓ, അന്ന് അച്ഛനും അമ്മയും പറഞ്ഞതാണ് ഇരുന്നിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അന്ന് പഠിച്ചിരുന്നുവെങ്കിൽ എന്ത്? ഇന്ന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നല്ല ജോലി കിട്ടിയാനേമായിരുന്നു. സെയിം അവസ്ഥയാണ് ഇതും. ശരീരം ഉപേക്ഷിച്ചിട്ട് മേളിൽ ചെന്നിരുന്ന് കയ്യുമില്ല കാലുമില്ല ശരീരവും ഇല്ലാതിരുന്ന് ചിന്തിക്കുക, അന്നാ പ്രഭു ഇരുന്ന് വായിട്ടലച്ച് പറഞ്ഞതാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, അന്നത് ചെയ്താൽ മതിയായിരുന്നു എന്ന്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താ? ഭൗതിക ലോകത്തെ പരീക്ഷ വീണ്ടും എഴുതാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത്? ശരീരം പോയ ശരീരമില്ല, നാമം ജപിക്കാൻ നാക്കില്ല, ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കാലുമില്ല കയ്യുമില്ല. അവിടെ കുറെ എന്താണ്? കുറെ പാപകർമ്മങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ആത്മാവ് മാത്രമായിരിക്കും പിന്നെ നമ്മൾ വരേണ്ടതായിട്ട് വരും. അപ്പം ഒരു സംഗതി കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യങ്ങൾ അതിനുള്ള പ്രിക്കോഷൻ നമ്മൾ എടുത്തേ പറ്റൂ. കാരണം നാളെ ഒരു കാലത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? പുറയിലേക്ക് നമുക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ അത് ദുഃഖത്തിലേ കലാശിക്കുകയുള്ളൂ. അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഭഗവാനെ, അന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം കറക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഈ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ശാസ്ത്രത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇത് മാത്രം ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഭൗതിക രീതിയിലുള്ള ചിന്ത കൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. കാരണം എന്താ? പിന്നീട്
നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ചിലപ്പോൾ തെറ്റായിട്ട് വരാം. പക്ഷെ ഈ ഭഗവാനും അല്ലെങ്കിൽ ശാസ്ത്രവും പറഞ്ഞിരിക്കുന്ന രീതിയിൽ പോയാൽ യാതൊരു കുഴപ്പവും വരില്ല. ചിലപ്പോൾ നമ്മൾ ഭൗതികപരമായിട്ട് നമുക്ക് തോന്നാം, അയ്യോ അന്ന് ഞാൻ എടുത്തത് തെറ്റായിരുന്നല്ലോ എന്ന്. പക്ഷെ എങ്കിലും അതിന്റെ അവസാന ഫലം എന്ന് പറയുന്നത് വിജയമായിരിക്കും. ഉം. ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഈ മലിനമായിട്ടുള്ള ഭൗതിക ലോകത്തിന്റെ പിടിയിൽ നിന്ന് മോചനം നേടാനുള്ള ഏക മാർഗം എന്ത്? കൃഷ്ണാവബോധം മാത്രമാണ്. പ്രധാന മാലിന്യം എന്ന് പറയുന്നത് ആഗ്രഹം, ലസ്റ്റ്, കാമം. അതുകൊണ്ടാണ് നമ്മളിവിടെ കുടുങ്ങിയിരിക്കുന്നത്. കാരണം എന്താണ്? ഭഗവാന്റെ അടുത്ത് നിന്ന സമയത്ത് ഭഗവാനോട് അടിയിട്ടതാണ്, വഴക്കിട്ടതാണ്. എന്ത്? അത്യാഗ്രഹം കാരണം ഭഗവാനാവണം, എനിക്കും ഭഗവാന്റെ ആസ്വാദനം വേണമെന്ന്. അതാണ് ഏറ്റവും നമ്മളെ ഇവിടെ കുടുക്കിയിടുന്നത്. ഉം. ഈ ഒരു ഭൗതിക ശരീരം കിട്ടിയാൽ ഉടനെ എന്ത് വേണം? നമ്മൾ ജനിച്ചേ പറ്റൂ. ജനിച്ചാൽ മരിക്കണം, ജനിച്ചാൽ വാർദ്ധക്യമുണ്ടാകും, ജനിച്ചാൽ അസുഖമുണ്ടാകും. അപ്പൊ ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇതൊന്നുമില്ലാതെ മാനസികമായിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ. എന്തുകൊണ്ടാണ് ഈ ആഗ്രഹം, കാമം എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈ ആഗ്രഹം കാരണമാണ് എന്ത്? ഈ വീണ്ടും വീണ്ടും ഈ ഭൗതിക ശരീരങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ സ്വീകരിക്കാൻ കാരണം എന്താണ്? നമ്മുടെ ഈ ആഗ്രഹങ്ങൾ, കാമം. കാമമാണ് നമ്മളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുവാണ്? നമ്മുടെ ബോധത്തിലേക്ക് വരണം. അതിന് തടസ്സമാരാണ് മനസ്സ്. നമ്മൾ മനസ്സിനെ എന്തിലാണോ എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത്, എന്തിനോടാണോ ഫോക്കസ് ചെയ്യുന്നത്, അതിലോട്ടേ പോവുകയുള്ളൂ. അപ്പം അതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം. അപ്പം ആരും ചിന്തിക്കരുത്, മറ്റു പലരും വേറെ ആരാധന ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, വഴിപാട് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് സന്തോഷമാണ്, അവർക്ക് സമാധാനമാണ്, ഒക്കെയാണ്, എല്ലാം ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ മോക്ഷപ്രാപ്തി ഈ ഒരു 4 കാര്യങ്ങളിൽ നിന്ന് മോചനം, ജനനം, മരണം, വാർദ്ധക്യം, ജനനം, പിന്നെന്താണ്? മരണം, രോഗം. വാർദ്ധക്യം, ഇതിനകത്തു നിന്നെല്ലാം മോചനം നേടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം. വേറെ എവിടെ പോയാലും എന്ത്? താൽക്കാലിക സുഖങ്ങൾ മാത്രം കിട്ടും, വീണ്ടും ജനിക്കേണ്ടി വരും. ഇവൻ ബ്രഹ്മലോകത്ത് വരെ പോയാലും താഴെ വരണം. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ ബ്രഹ്മ ഭുവനാർലോക പുനരാവർത്തനോ അർജുന. അർജുന, നീ ഇനി ബ്രഹ്മലോകം വരെ പോയാലും താഴെ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. യഥോ യഥോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നേമധ്യ ആത്മനി ഏവ വാസം നയേത്. മനസ്സിനെ അതിന്റെ ചലനാത്മകവും അസ്ഥിരവുമായ സ്വഭാവം കാരണം എവിടെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്ന് തീർച്ചയായും അതിനെ പിൻവലിച്ച് എന്ത് വേണം? ആത്മനിയന്ത്രണത്തെ തിരികെ കൊണ്ടുവരണം. ഭഗവത്ഗീത 6-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് എന്താണ്? യഥോ യഥോ നിശ്ചലതി. അല്ലേ? എന്താണ്? മനസ്സിങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്, എവിടെയോ എവിടെയൊക്കെ പോകും. ഈ സമയത്ത് തന്നെ ക്ലാസ് ഇരിക്കുന്നത് തന്നെ പലയിടത്തും പോയിട്ടുണ്ടാവും, അല്ലേ? പല പല ചിന്തകളിലൂടെ പോയിട്ടുണ്ടാവും. യഥോ യഥോ നിശ്ചലതി മനശ്ചഞ്ചലം അസ്ഥിരം. മനശ്ചഞ്ചലം അസ്ഥിരം, മനസ്സ് അസ്ഥിരമാണ്, ചഞ്ചലമാണ്. തതസ്തതോ നിയമധ്യ ആത്മനി ഏവ വാസം നയേത്. അപ്പം എവിടെയാണോ മനസ്സ് അചഞ്ചലമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തീർച്ചയായിട്ടും അതിനെ പിൻവലിച്ച് എന്ത് വേണം? ആത്മനിയന്ത്രണത്തിൽ തിരികെ കൊണ്ടുവരണം. ആത്മാവിന്റെ നിയന്ത്രണത്തില്. ആത്മനിയന്ത്രണം, അതാണ് നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത്, ആത്മാവ്. അപ്പം ഇതേപോലെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒട്ടനവധി ശ്ലോകങ്ങൾ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളിലൂടെ മാത്രമേ എന്ത് ഒരു ഭക്തൻ എന്ന് അവകാശപ്പെടാൻ പറ്റൂ. ഇത്രയും പാലിക്കുന്നതിലൂടെ മാത്രമേ ഒരു ഭക്തൻ എന്ന് അവകാശപ്പെടാൻ പറ്റൂ. ഒരു ഭക്തനോ ഭക്തയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയൂല,
എന്ത് ഞാൻ ഭക്തനാണെന്നും ഭക്തയാണെന്നും അല്ലെങ്കിൽ ഭഗവാൻ എന്നോട് ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു ഒന്നും പറയില്ല. അവരെപ്പോഴും സൈലന്റ് ആയിരിക്കും. അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നിന്റെയും പുറകിൽ പോരില്ല. ഒരു പ്രശസ്തിയുടെയും പുറകില് പോവുകയില്ല. ആ ഒരു രീതിയിൽ ഈ ഒരു കാര്യത്തില് നമ്മൾ എന്താണ് പറയാ, ശ്രദ്ധയൂന്നി നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഭഗവാന്റെ അടുക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കും. എന്ത് കരുണാമയമായിട്ടുള്ള മനോഭാവമായിരിക്കണം, സംതൃപ്തി ഉണ്ടായിരിക്കണം അതില്. പിന്നെയോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഈ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് മന്മന ഭവമദ്ഭക്തോ, ഭഗവാന്റെ ഭക്തനാവാൻ സാധിക്കും. മദ്യാജീമാൻ നമസ്കുരു, ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഭഗവാനിലെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആത്മാന മത്പരായണ, ആത്മാവ് പൂർണ്ണമായിട്ടും എന്ത് ഭഗവാനില് അർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ലൊരു ഭക്തരായിട്ട് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകവും ഈ ഭൗതിക ശരീരവും. എത്ര ഓടിയിട്ടും കാര്യമില്ല. സോറി, ക്ഷമിക്കണം സുരേഷ് പ്രഭു. പ്രഭു കാർ പഠിച്ചോണ്ടിരിക്കുക, അത് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടെ. പ്രഭു ഓടുന്ന കാര്യമല്ല പറഞ്ഞ കേട്ടോ. നമ്മൾ എത്ര ഓടിയിട്ടും യാതൊരു കാര്യവുമില്ല. ഒരു എൻഡ് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ക്ലാസ്സിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുകയേ വേണ്ട, അതിനെ വിട്ടേര്. ആ സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. പൈസ ഉള്ളവരെ കാണുമ്പോൾ നമ്മൾ ഞെളിഞ്ഞു തന്നെ നടക്കണം, പലപ്പോഴും പറയുന്നതാണ്. കാരണം എന്താ, അവരെ കാട്ടില് കാശുള്ളവർ നമ്മളാണ്, സമ്പാദ്യമുള്ളവര്. കാരണം അവരിനിയും ജനിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് ശേഷം എന്താണ് ജീവിതം എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം നമ്മൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ അത് മനസ്സിലാക്കിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രവൃത്തിയായാലും ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ച് തന്നെ ചെയ്യണം. നാക്കെടുക്കുന്നത് ഭഗവാനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം. വെറുതെ വായിട്ടലച്ചിട്ട് കാര്യമില്ല. നാളെ കാലത്ത് ഒരു കല്യാണം കഴിച്ചു, അത് തെറ്റാണ് എങ്കിൽ ഉപേക്ഷിച്ച് അടുത്ത കല്യാണം കഴിക്കാം. ചെയ്യണമെന്നല്ല പറയുന്നത്. അതിന് ഭൗതിക ലോകത്ത് ഓപ്ഷനുണ്ട്. ശാസ്ത്രമനുസരിച്ച് നോ. പക്ഷേ ശരീരം പോയാല് ആ ശരീരം പിന്നെ അതേ ശരീരം നമുക്ക് കിട്ടത്തില്ല. പറഞ്ഞിട്ടില്ലേ, ഏകദേശം 3.5 കോടി ജന്മം ഭാരതത്തിന് പുറത്തെടുത്തതിന് ശേഷമാണ് ഭാരതത്തിൽ ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആലോചിച്ച് നോക്കിയേ, 3.5 കോടി ജന്മം എന്ന് പറയുന്നത് പട്ടി, പൂച്ച, പാറ്റ, അത് ഇത് ഓ സകലത്തിലും കേറി ഇറങ്ങി അല്ലേ. പല മാലിന്യത്തിൽ കൂടെയും പല ഡ്രെയിനേജിൽ കൂടെയും ഒക്കെ എന്തെല്ലാം പ്രാണികളായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടാവും നമ്മൾ. അതിനുശേഷമാണ് ഭാരതത്തിൽ കിട്ടുന്നത്. അപ്പം ഇനി നമ്മൾ അങ്ങനെ ആവാതിരിക്കുക, തിരിച്ച് ഭഗവാന്റെ അടുക്കൽ പോവുക. അവിടെ ചെന്ന് നിന്നിട്ട് നമുക്ക് താഴോട്ട് നോക്കി അംബാനിയും അവരും ഇവരും ഒക്കെ വേറെ എന്തെങ്കിലും ജീവികളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ചിരിക്കാം. അവരൊന്നും അങ്ങനെ ആവില്ല, അങ്ങനെ ആവാതിരിക്കുക. കാരണം ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ എന്തെങ്കിലും അവർക്കും ഈ ഒരു അവസരം ഭഗവാൻ ചെയ്തു കൊടുക്കും. എല്ലാം ഭഗവാന്റെ പ്ലാനിങ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാശുകാര് ആരാണ്? കൃഷ്ണാവബോധം കാശുകാര് എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിലുള്ളവരാണ്. അതിലും പണക്കാരാണ് ആര്? ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നവര്. ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നവർ ചിലപ്പം ഒരു 10 ലക്ഷം ഭക്തരിൽ ചിലപ്പോൾ ഒരാളെങ്കിലേ കാണത്തുള്ളൂ. കാരണം ഭൗതിക ലോകത്തിന്റെ ഈ ഒരു സൃഷ്ടി അങ്ങനെയാണ്. ഭൗതിക ലോകം നമ്മളെ എന്താ പറയാ, പൂർണ്ണമായിട്ടും ഒരു ഭക്ത എന്ന് പറയുന്നവരെ നമുക്ക് കണ്ടുകിട്ടാൻ സാധിക്കുകയില്ല. പിന്നെ പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ കാരുണ്യം മാത്രം, പരമ്പരയുടെ കാരുണ്യം. കാരണം ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടെങ്കിൽ പോലും
പ്രഭുപാദാണ് അത് എല്ലാവരിലേക്കും എത്തിച്ചിരിക്കുന്നത്. സകലരിലേക്കും, ഇവൻ വിദേശികൾ എവിടെ ആയാലും അദ്ദേഹത്തിന് ശേഷമാണ് മറ്റ് ആൾക്കാരെല്ലാം പോയി തുടങ്ങിയത്. അപ്പൊ അതാണ് ആ കാരുണ്യം നമ്മൾക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യം. അത് നമ്മൾ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവരും നല്ല ഭക്തരാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.